മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ NSSൽ പടയൊരുക്കം. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഗണേഷിനെ നീക്കണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം. പത്മ കഫേ നിർമ്മാണത്തിലെ അഴിമതി അടക്കം വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗണേഷിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. NSSന്റെ കാര്യങ്ങൾ NSSന്റെ ജനറൽ സെക്രട്ടറി തീരുമാനിക്കും. പത്തനാപുരം താലൂക്ക് NSS യൂണിയനിൽ ഒരു കുഴപ്പവുമില്ല. 6 ബാലകൃഷ്ണപിള്ള 64 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ്. ആരുടെയും പിരിവെടുത്തുണ്ടാക്കിയതല്ല. എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തിട്ടാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ, പറയുമ്പോൾ തോന്നരുത്, ഈ താലൂക്ക് യൂണിയൻ ഉണ്ടാക്കിയെടുത്തത്. അത് അടിച്ചു മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടായിരിക്കും. അത് അവരോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. കാരണം അവിടെ NSSലെ നായന്മാരുടെയിലോ യാതൊരു പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് വരെയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനാണ് സ്ഥാനാർത്ഥി. ഞാൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. അപ്പോൾ അത് അന്തചിത്രം ഉണ്ടാക്കാൻ ചില രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ ചില രാഷ്ട്രീയം, അത്രയേ ഉള്ളൂ. വേറെ അതായിക്കോട്ടെ. അപ്പം ഞാനങ്ങനെ മരിക്കുന്നവരെ കസേരയിൽ ഇരിക്കാൻ വന്ന ആളാണ്. ഏത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്? എൻ്റെ അച്ഛൻ മാത്രമേ മരിക്കുന്നവരെ ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒട്ട് പറ്റത്തുമില്ല. പ്രസിഡന്റ് എവിടെ പോയത്? പ്രസിഡന്റ് കാപ്പ് കുടിക്കാൻ പോയതല്ല. കമൂഞ്ചേരിയിലെ 100 കണക്കിന് പട്ടയം കിട്ടാത്ത പാവങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ കിട്ടാതെ പോയ പട്ടയം വാങ്ങിക്കൊടുക്കാനാണ് ഗണേഷ് കുമാർ പോയത്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കേണ്ട. ഞാനൊരു നല്ല കാര്യത്തിനാണ് പോയത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എത്താൻ അരമണിക്കൂർ താമസിച്ചാൽ ലൈഫ് പ്രസിഡന്റ് വെച്ച് നടത്താം. പക്ഷേ ഇതിന് മുമ്പ് 2-3 മണിക്കൂർ ഞാൻ അവിടെ ചെന്നവരെയും കാത്തിരുന്നിട്ടുണ്ട്. അത് മറക്കണ്ട. എനിക്ക് അങ്ങനെയുള്ള ഈഗോ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല. ഇത് രാഷ്ട്രീയം, ഇത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. ഈ നായന്മാരുടെ ഇടയിൽ എന്തോ അന്തഛിദ്രമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ. ഞാൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അല്ലേ, അപ്പോൾ ആൾക്കാർ സ്നേഹം കാണിച്ചാലോ എന്ന് പേടിച്ച് തിരഞ്ഞെടുപ്പല്ലേ, അത് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. NSSനെ ഇതിനകത്ത് വലിച്ചഴിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു വക്രബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയമാണ് പത്തനാപുരത്ത്. അതിവിടെ വില പോവുകയില്ല. അതിനുവേണ്ടി ശ്രമിക്കേണ്ട. കാരണം അത് കുറച്ചുകൂടെ പ്രശ്നം. നേരത്തെ മത്സരിച്ച താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മകനായിരുന്നു. ഇപ്പോൾ മത്സരിക്കാൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്. അപ്പോൾ അതിന് മുമ്പ് ഇയാളെ മാറ്റി നിർത്തിയാൽ വോട്ട് കിട്ടത്തില്ലാന്നോ? എനിക്ക് തന്നെ വോട്ട് ചെയ്യും. എല്ലാവരും ജാതി മത വ്യത്യാസമല്ല, എനിക്ക് തന്നെ വോട്ട് ചെയ്യും. ഞാൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ലിജോ റോണസ് ചേർന്നുള്ള വിശദാംശങ്ങൾ നൽകാനായി. ലിജോ, എന്താണ് ഗണേഷ് കുമാറിനെതിരുള്ള വിമർശനം? ഏത് തരത്തിലുള്ള നീക്കമാണ് NSSന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്? രാഷ്ട്രീയം മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. ജീന, ഈ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ഈ താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു ദിവസം ഈ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 15ഓളം വരുന്ന ഈ ഭരണസമിതി അംഗങ്ങളാണ് സുകുമാരൻ നായരെ പോയി കണ്ട് പരാതി അറിയിച്ചിരിക്കുന്നത്. പ്രധാന പരാതി എന്ന് പറയുന്നത് ഈ യൂണിയനിൽ നടക്കുന്നത് ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു, നടപ്പിലാക്കുന്നു, മറ്റുള്ളവർക്കൊന്നും സംസാരിക്കാൻ അനുവാദം നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും ആണ് പ്രധാനമായും പരാതി ഉന്നയിച്ചിരിക്കുന്നത്. വേറൊരു കാര്യമെന്ന് പറയുന്നത് പത്മ കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളാണ്. അതായത് 3.5 കോടി രൂപയാണ് ഒരു കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചിലവഴിച്ചത്. ഇനി 50 ലക്ഷം രൂപ നൽകണമെന്നുള്ള ഒരു കാര്യമാണ് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരെയൊക്കെ വിമർശനം ഉന്നയിച്ചതിൽ ഒരാളെ വേണുകുമാറിനെ മർദ്ദനമേൽക്കുകയും ചെയ്തു. അത് ഗണേഷിന്റെ ഒപ്പമുള്ള ആളുകളാണ് മർദ്ദിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സുകുമാരൻ നായരെ കണ്ട വിഷയം ചോദിക്കുമ്പോഴാണ് മന്ത്രി പറയുന്നത് ഇതെല്ലാം വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നുള്ളതാണ്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആരോപണങ്ങളെന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ഈ സുകുമാരൻ നായരെ കാണാൻ പോയതിൽ നേരത്തെ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ പലരും പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മന്ത്രിയുടെ പാർട്ടിക്കാർ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ വെറും ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം എന്താണ് കാര്യം? നിരന്തരം ഇത്തരത്തിൽ പരാതി പോകുന്നത് കൊണ്ട് ഈ ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ എന്തെങ്കിലും നിലപാട് അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാന കാര്യം.